നമ്മൾ നിൽക്കുന്ന ഈ അഗ്നൂരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെ വെച്ചാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വിമാനം ഇന്ത്യ ആക്രമിച്ച് നിലത്തിട്ടത്. ജെറ്റ് JF-17 എന്ന പാകിസ്ഥാൻ യുദ്ധവിമാനം ഇന്ത്യ തകർത്തത്. ഇവിടെയാണ് ആ വിമാനം തകർന്നു വന്ന് വീണത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മേഖലയിലെ കാടുകളും മരങ്ങളൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത്. വിമാനത്തിന്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ സൈന്യം വന്ന് ഇവിടെ നീക്കിയിട്ടുണ്ട്. വളരെ നാമമാത്രമായ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ മേഖലയിൽ വലിയ ആക്രമണം ഇന്ത്യ നടത്തിയതിന് പിന്നാലെ പാക് യുദ്ധവിമാനം ഇന്ത്യൻ അതിർത്തിയിലേക്ക് വന്നത് എന്നാണ് സൈന്യം അന്ന് വ്യക്തമാക്കിയത്. ആ വിമാനമാണ് ഇന്ത്യക്ക് എന്താണെങ്കിലും ഇവിടെ വെച്ച് തകർക്കാൻ കഴിഞ്ഞത്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അഗ്നൂരിലെ ബാർബഖല എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. ഈ ഗ്രാമത്തിന് മുകളിൽ വെച്ചാണ് പാകിസ്ഥാന്റെ വിമാനത്തെ ഇന്ത്യ ആക്രമിക്കുകയും ഇതിനെ നിലംപരിശാക്കുകയും ചെയ്തത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ മേഖല ഏറെക്കുറെ ഒരു വലിയ ചുറ്റളവ് മേഖല പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ഈ വാഹനത്തിന്റെ, പ്രത്യേകിച്ച് വിമാനത്തിന്റെ ഇന്ധനം കത്തുമ്പോഴുള്ള വലിയ ഗന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. മരങ്ങൾ പൂർണ്ണമായും ഏകദേശം 5ഓളം വരുന്ന മരങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നമുക്ക് കല്ലുകളിലൊക്കെ നോക്കിയാൽ ആ കരി പിടിച്ചു കിടക്കുന്ന കാണാൻ കഴിയും. വലിയ തരത്തിൽ വിമാനം കത്തിയപ്പോൾ ഉണ്ടായ ബാക്കി കരികൾ അത്തരത്തിൽ വലിയ ആഘാതം എന്താണെങ്കിലും ഈ മേഖല ഏറ്റിട്ടുണ്ട്. ഇതൊരു പാടമാണ്. സാധാരണഗതിയിൽ കൃഷികൾ നടത്തുന്ന ഒരു പാടപ്രദേശമാണ്. അവിടെയാണ് വിമാനം എന്താണെങ്കിലും ഇടിച്ച് അത്തരത്തിൽ ഇന്ത്യൻ സൈന്യം തകർത്ത് വീഴ്ചത് എന്താണ് യാഥാർത്ഥ്യം.